പറയാൻ ശങ്കര, ഇനി കുറച്ചു നാള് ഗോപി ഒന്ന് വിശ്രമിക്കട്ടെ. എന്താ പച്ചരിച്ചോറും നാളികേരൊക്കെ കൊടുത്ത് അവനൊന്ന് കൊഴുപ്പിച്ചെടുക്കണം. 10-15 എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരുന്നവനല്ലേ. ഈ കഴിഞ്ഞ എഴുന്നള്ളിപ്പുകളിലെല്ലാം ഗോപി തന്നെയായിരുന്നു നടുവില്. അതെയല്ലേ? ഇനി ഇവനേക്കാൾ സ്വല്പം ഉയരം കൂടിയവൻ വന്നാൽ തന്നെയും തടപ്പ് എഴുന്നള്ളിക്കുന്ന ഗോപിയുടെ കഴുത്തിലാവും. അതിന് തക്കവണ്ണം അവന്റെ ഒരു തലപ്പിടുത്തം. ഗോപിയുടെ തലയെടുപ്പിന് കൊടുക്കണം പണം. എന്താ കിട്ടോ? സംശയമുണ്ടോ? ഇനി ഉത്രാളിക്കാവിലേക്ക് കൊണ്ടുപോകുന്നവരെ ഗോപി എങ്ങോട്ടും വരുന്നില്ല. അതെന്താ ശങ്കര? പെണ്ണ് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതാ. എന്തോ തുണിത്തരങ്ങളാ. അല്ല, ശങ്കരന്റെ പെണ്ണ് എടുക്കണല്ലേ? കൊച്ചമ്പ്രാട്ടി, 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 ഒന്ന് കാണട്ടെ കൊച്ചമ്പ്രാട്ടി. കൊച്ചമ്പ്രാട്ടി, എന്താ എന്റെ അമ്പ്രാട്ടി? പാവാടിയും ബ്ലൗസിട്ട് ഒന്ന് കണ്ടോട്ടെമ്പ്രാട്ടി. പോടി, എന്തോ ഒരു ചന്ത. ഒന്ന് കണ്ടോട്ടെമ്പ്രാട്ടി. അമ്മാളോ, ആ കുസൃതി പെണ്ണിന്റെ കൂടെ കൂത്താടാനൊന്നും നീ നടക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. പെൺകുട്ടികൾ പ്രായമായാൽ കുറച്ച് അടക്കം ഒതുക്കായിട്ടൊക്കെ ഇരിക്കുക. അവളുടെ വിചാരം അവൾ എപ്പോഴും കുട്ടിയാണെന്നാ. അവള് കുട്ടി തന്നെയാ, പിന്നെ അവള് തള്ളയാണോ? അച്ഛൻ ഇപ്പൊ വരാൻ മോളെ. അച്ഛൻ എവിടേക്കാ? 1 മാസം ആയില്ലേ അച്ഛൻ വീട്ടിലുണ്ടായിട്ട്? അച്ഛൻ ഇപ്പൊ വരാൻ മോളെ. അച്ഛൻ എവിടെ പോവാ? അത് പിന്നെ ചോദിക്കണോ? ഈ പോകും നേരെ ഷാപ്പിലേക്ക് തന്നെ. എടീ ദേവു, എന്റെ ഈ ചെറുപ്പം നിലനിൽക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് നിനക്കറിയാം? അറിയാം അറിയാം. എന്താ? ദേ, നേരം വൈകി വന്നാലുണ്ടല്ലോ ഞാൻ കഥ തുറക്കില്ല. അച്ഛൻ പൊക്കോളൂ, ഞാൻ വാതിൽ തുറന്നു തരാം. അങ്ങനെ പറയാ മോളെ. അവളുടെ ഒരു സ്നേഹം കണ്ടോ നീ? കണ്ടു കണ്ടു. പുതിയ ജമ്പറും പാവാടി വാങ്ങിച്ചു കൊടുത്തതിന്റെ സ്നേഹമാണ്. അതൊന്നുമല്ല, ഈ അമ്മയ്ക്ക് അസൂയ. അവൾ എന്റെ മോളാ. അച്ഛൻ ഇപ്പൊ വരാൻ മോളെ. എന്നാ മോളെ തലയെ തൂക്കി വാങ്ങിച്ചോട്ട് പോണം. പെണ്ണാണെങ്കിൽ കിടിപോലത്തെ പെണ്ണ്, പിന്നെ സ്വഭാവോ അതിനെപ്പറ്റി ഒന്നും ഇങ്ങനെ ചോദിക്കണ്ട. ഞാൻ ഈ കല്യാണങ്ങളോ ഉറപ്പിക്കും. അത് വേണോ? പെണ്ണിന് പ്രായം കുറവല്ലേ? അത് കാര്യമില്ലെന്ന്. പെണ്ണാണെങ്കിൽ പ്രായം കുറഞ്ഞിരിക്കണം. ഇളം പ്രായേ വിവാഹിതേ സുമംഗല എന്നൊന്നില്ലേ? സുമംഗല എന്നല്ലല്ലോ, അമ്മാളൊന്നു വെച്ചല്ലേ പേര്. പേരെന്തെങ്കിലും ആയിട്ടെന്ന് സമ്മതിച്ചോ? എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനിതിന് പറയണില്ല. പിന്നെ ആ ശങ്കരനായരെ, ആ പെണ്ണിന്റെ അച്ഛനെ ഷാപ്പിലോട്ട് കൊണ്ടുപോയിട്ട് ശക്കലം ആ വലിപ്പം ഇങ്ങോട്ട് തുറക്കൂ. എന്താ ഉള്ളത്? 5 പൈസ 5 അങ്ങനെ എടുക്കൂ. അങ്ങനെ കൂടെ തന്നാ ഞാൻ പോവുക. ബാർബറേ, ബാർബറേ, ഇങ്ങോട്ട് വരുന്ന്. നമ്മുടെ ടീനയുടെ കല്യാണം ഉറച്ചു. ആരുമായിട്ട്? ആനക്കാരൻ ചങ്ങനയുടെ മോളുമായിട്ട് ഉറച്ചുന്ന്. ടൈലറേ, കോൾ അടിച്ചല്ലോ ടൈലറേ. ഇതൊക്കെ എന്റെ ആ കട്ടിങ്ങിന്റെയും ഷേവിങ്ങിന്റെയും ഗുണമാ കേട്ടോ. പിന്നെ ഇങ്ങനെയായ പോരാ, ഒരു നല്ല മീശ എന്താ? അത് വേണം. വേണമെന്ന് എങ്കിലും ഒരു പുരുഷത്വം വരും. അത് തന്നെയല്ല, ആ പെണ്ണ് എങ്ങനെ മുഖത്ത് നോക്കും. ആ തയ്യക്കാരൻ നാണു ഈ നാരാ ആരാ കോണും കൊടുത്തോണ്ട് നടക്കണ പ്രായത്ത് മെഷീൻ തുടച്ചോണ്ടിരുന്ന ചെക്കൻ ഇപ്പൊ ഒരു കൊച്ചുമോരാളിയ. ആ തുണിക്കടയും തയ്യൽ മെഷീനും എല്ലാം അവന് സ്വന്തം. നന്നാവട്ടെ നന്നാവട്ടെ, അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ. നാളെ തറവാട്ടി വന്ന് കിട്ടിയ ശങ്കരനാണ് ജയിച്ചു. നാണുവിന് അമ്മോടിനെ കെട്ടിയാ കൊള്ളാമുണ്ട്. ആഹാ, ആ ചോളിക്കണ്ണൻ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് കൈമളച്ചന്റെ ഈ അടിച്ച മെച്ചത്ത് കയറി അഭിപ്രായം പറഞ്ഞു തന്നെയുള്ളൂ. എന്തായാലും ആഹാ, കല്യാണാലോചന കൊണ്ട് വന്നേക്കണം. നമ്മളെ ഇങ്ങോട്ടൊന്ന് വന്നേടൂ. താൻ ലക്ഷ്മിയെ കണ്ടിരുന്നു? ഓ, നമ്മുടെ പങ്കുണ്ണിയുടെ മോള് ലക്ഷ്മിയാ. ഓളെ കല്യാണം കഴിച്ചു പോയില്ലേ? അതല്ലടൂ, ഈ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ അതിദേവതയായ സാക്ഷാൽ ലക്ഷ്മി ദേവി.
അതോ അവര് നമ്മളുമായിട്ട് വലിയ വായക്കലാണ് കുറെ കാലമായിട്ട്. ആ എന്നാൽ ലക്ഷ്മി ദേവിയെ കാണണമെങ്കിൽ ദേ ഈ മുഖത്തേക്കൊന്ന് നോക്കിയാ പോലെ. അയ്യോ ആ ഐശ്വര്യം കിടന്നങ്ങോട്ട് ഒഴുകണ കണ്ടോ? സത്യമാണെന്നേ. നേരാ. കാരണം ഈ ജമ്പർ തയ്പ്പിക്കാൻ വരുന്ന പെൺപിള്ളേരുണ്ടല്ലോ, അവര് ടൈലറുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കൂല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ അപ്പൊ പിന്നെ മീശയും കൂടി വന്നാലോ? മീശ വെച്ചാ എനിക്ക് നാണോ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മാട് പണ്ടേ പറയുമായിരുന്നു, കെട്ടുവാണെങ്കിൽ മീശ ഉള്ളവനെ കെട്ടുള്ളൂ. പിന്നല്ലാതെ വിശേഷം അറിഞ്ഞില്ലേ? എന്താ നമ്മൾ ടൈലറുടെ മാര്യ ഉറപ്പിച്ചു അറിഞ്ഞില്ലേ? ശങ്കരൻ നായരുടെ മകളെ അമ്മാളു എല്ലാം അപ്പുണ്ണി കൈമൾ ഏറ്റിരിക്കുക. നല്ല ജോഡിയാ. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അമ്പലത്തിന് സിനിമയ്ക്കൊക്കെ ഒരു പോക്കൊട്ട്. അമ്പലത്തിൽ പോവും, പക്ഷേ സിനിമയ്ക്ക് പോവില്ല. സിനിമയ്ക്ക് പോയാ പെമ്പിള്ളേര് ചീത്തയാവും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു രസമൊക്കെ വേണ്ടേ? വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം. അബദ്ധം, പരമാബദ്ധം. സിനിമാ കൊട്ടയിൽ ധാരാളം പെമ്പിള്ളേര് കാണും. ടൈലറുടെ ഈ കണ്ണ് വെച്ച് നോക്കുമ്പോ ടൈലർ വേറെ ഏതേ പെണ്ണുങ്ങളെ നോക്കുകയാണെന്ന് പറഞ്ഞ അമ്മാള് വായക്കുണ്ടാക്കും. ഈ കോങ്കണ്ണും കൂടി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. അറിയില്ലേ, തൃശ്ശൂർ ഇപ്പൊ ഒരു കണ്ണ് ഡോക്ടർ വന്നിട്ടുണ്ട്. ബേഹം എടുക്കനാ. അയാൾ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഭേദപ്പെടുത്തും. നേരാണോ കുറുപ്പേട്ടാ? നേരെ. നമ്മുടെ കുഞ്ഞൻ വക്കീലിന്റെ കണ്ണ് ശരിപ്പെടുത്തിയത് അയാളല്ലേ? ഓപ്പറേഷൻ ചെയ്ത എന്റെ കണ്ണ് നേരെ ആകുമോ കുറുപ്പേട്ടാ? നേരെ ആവുമെന്നോ? അപകടം. ഈ കോങ്ങണ്ണ് കളയുന്നതാ അപകടം. ഇത് മുഹമ്മദിന്റെ അസൂയാണ്. എന്റെ പൊന്ന് നാണും, ഇവര് പറയണത് കേട്ടാതെ നിങ്ങള് തെണ്ടിപ്പോവും. നിങ്ങളുടെ ഈ കോങ്ങണ്ണ ഭാഗ്യം. ടൈലറിനാണ് ചത്താലും കണ്ണ് ദേ ഇങ്ങനെ തന്നെ ഇരിക്കണം. പിന്നെ തയ്യക്കാരൻ നാണ് മരിച്ച ഭയങ്കര അടിയും പക്കാണമായിരിക്കും. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആ ഉപകാരം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അടിയും പക്കാണോ ഒക്കെ നടക്കും എന്ന് പറയണത്. അതെന്താ മമ്മ? അത് പറഞ്ഞൂടെ? എന്തോരാമക്കില്ല വളർന്ന. തയ്യക്കാരൻ നാണ് മരിച്ചു കഴിയുമ്പോ ഒരാള് പറയും നാണ് ഏറ്റവും ഒടുവിൽ തയ്ച്ചത് നമ്മുടെ ഷർട്ടാണെന്ന് പറയും. വിടുവോ? രണ്ടാമത്തവൻ പറയും നാണ് ഏറ്റവും ഒടുവിൽ തയ്ച്ചത് നമ്മളുടെ ഭാര്യയുടെ ജമ്പറാണെന്ന് പറയും. പിന്നെ ഇനി മൂന്നാമതൊരുത്തം പറയും അല്ലല്ല നാണ് ഏറ്റവും ഒടുവിൽ തയ്ച്ചത് നമ്മളുടെ വട്ടൻസ് പറയും. പിടിക്കണ്ട. ആദ്യം പറഞ്ഞവൻ വിടുവോ? രണ്ടാമത്തവൻ വിടുവോ? മൂന്നാമത്തവൻ വിടുവോ? അടി ബൈക്ക് ബക്കാണ്. ചുരുക്കി പറയാ, മരിച്ചു കഴിഞ്ഞാ മയ്യത്തിന് വരെ പിടിയും വലിയ. എന്നാ പിന്നെ ഓപ്പറേഷന് ഞാനില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. വേണ്ട, അക്കാര്യം പറയണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. മീശ മീശ വേണോ? മീശ വേണോ? മീശ വേണം, കൂടിയേ തീരും. ഈ ഭാഷയ്ക്ക് 2 മീശ വേണം. രണ്ടോ?